ഗൈസ്, നോമ്പിന് അത്താഴത്തിന് കഴിക്കാനുള്ള ഒരു സ്പെഷ്യൽ ആയാലും ഇന്ന് വാ. എനിക്ക് അത്താഴത്തിന് അപ്പല്ലാതെ പറ്റൂല കേട്ടോ. ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ അത്താഴത്തിന് ചോറ് ചെരങ്ങ താളിച്ചതും പിന്നെ ചിക്കൻ പൊരിച്ചതുമാണ് കേട്ടോ ഉണ്ടാവാറ്. എത്രയൊക്കെ ചിക്കൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും ആ ഒരു സമയം ഉണ്ടല്ലോ, അത്താഴത്തിന്റെ ആ 4 മണി 4:30 സമയം, ആ സമയത്ത് എനിക്ക് എന്താ അറിയില്ല, ചോറ് തീരെ ഇഷ്ടമല്ല കേട്ടോ. പകരം ഞാൻ ഇങ്ങനത്തെ അപ്പങ്ങളാണ് വീട്ടിൽ നിന്ന് കഴിക്കുക. ഹോസ്റ്റലിൽ നിന്ന് പിന്നെ നമുക്ക് കിട്ടുന്നത് കഴിക്കാന്നല്ലാതെ അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് അത് കഴിച്ചിരുന്നത്. പിന്നെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഇമ്മ നീർദോശ ഉണ്ടാക്കി തരുവായിരുന്നേ, നമ്മളെ മലപ്പുറം ദോശ. പക്ഷേ നമ്മൾ ഒറ്റക്കാവുമ്പോ ഈ മലപ്പുറം ദോശയൊക്കെ ചുടുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കുന്നതാണ്. അതാവുമ്പോ അതിക്ക് കറി ഉണ്ടാക്കണ്ട, അരി അരച്ച് ദോശയും ചുടണ്ട. പകരം തലേന്നോ പിറ്റേന്നോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ദോശമാവ് എടുത്തിച്ചിട്ട് രാവിലെ ഇതങ്ങോട്ട് ചെയ്താല് ഹെൽത്തിയുമാണ്, ടേസ്റ്റുമാണ്, പോരാത്തതിന് ഈസിയുമാണ്, കമ്പാരിറ്റീവ്ലി സിമ്പിളും. അത് മാത്രമല്ല, ഇതിന്റെ ഫസ്റ്റ് നമ്മൾ ഗീ ആഡ് ചെയ്യുന്നുണ്ട്, എഗ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജീസ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ ഓനിയനും ഗ്രീൻ ചില്ലിയും റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ഒരു ക്രീം ചീസും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് സെറ്റ് ആക്കാം. എത്രയൊക്കെ വന്നാലും ഉമ്മാന്റെ ആ ദോശയും ചിക്കൻ കറിയും പിന്നെ കട്ടൻ ചായക്കും ഒക്കൂലെങ്കിലും സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തിന്നുമ്പോ ഇതിന് പ്രത്യേക രസം ഉണ്ടോ. അപ്പോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.